തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വിജയം ഉറപ്പിച്ചതുപോലെയാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. അപ്പോൾ അവർ അതിന് മുന്നേയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ജൂൺ 1 ഒരു യോഗം വിളിച്ചേക്കുന്നു. ആ യോഗത്തിൽ മമത പങ്കെടുക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇല്ല, മമത പങ്കെടുക്കുന്നില്ല എന്ന് മമത പറഞ്ഞു. മമത പറയുന്നത് അവരുടെ സ്വന്തം വാക്കുകൾ കോട്ട് ചെയ്താൽ എൻ്റെ 2 കൈകളിലും ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതിന് അവരൊന്ന് പറയുന്നത് 9 പാർലമെൻറ്റ് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് 1-ാം തീയതി നടക്കുകയാണ്. ഒരു നിയമസഭാ സീറ്റിലും ഇലക്ഷൻ നടക്കുന്നുണ്ട് ബംഗാളിൽ. പിന്നെയുള്ളത് ഇപ്പോൾ അവിടെ നമ്മുടെ റിമാൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചല്ലോ, അതിൻ്റെ കെടുതികൾ ജനങ്ങളെ സഹായിക്കണം. ഇത് രണ്ടും കൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല. കാരണം നമ്മൾ ആലോചിക്കണം, ഈ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ബംഗാളിൽ BJPക്ക് 18 സീറ്റുകളുണ്ട്. BJPക്ക് വലിയ തിരിച്ചടിയാണ്. മമത അപ്രമാദിത്വം തുടരും എന്നാണ് പറയുന്നത്. ബംഗാളിലെ 4-3 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 9 സീറ്റുകളിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് ബാക്കിയുള്ളൂ. അവിടെ സ്ഥിതി അനുകൂലമാണെങ്കിൽ മമതയ്ക്ക് ദില്ലിയിലെ മീറ്റിങ്ങിൽ പോകാമായിരുന്നു. ഉറപ്പായിട്ട് പോകാം. അപ്പോൾ 9 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് ശേഷിക്കുന്നു. വോട്ടിംഗ് നടക്കുന്ന ദിവസം മുഖ്യമന്ത്രിക്ക് കാര്യമായൊന്നും ചെയ്യാനില്ല, ക്യാമ്പയിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതെ, തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പാണെങ്കിൽ ആ ലാസ്റ്റ് ദിവസമാണ് എനിക്ക് പ്രചാരണമുണ്ട്, അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു ന്യായമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഒരു മുഖ്യമന്ത്രിക്ക് അവരുടെ മണ്ഡലത്തിൽ അവർ സ്വന്തം പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ പോകാമെന്നല്ലാതെ ഒരു പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്ത് പോലും സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിയില്ല. അതായത് മമത ടോട്ടൽ ഫ്രീ ആണ് 1-ാം തീയതി. റിമാൽ കൊടുങ്കാറ്റ് വന്നു, അതിൻ്റെ കുറേ കെടുതികളുണ്ടായി. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ സർക്കാർ ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മമതയ്ക്ക് ദില്ലിയിലെ 1-ാം തീയതി ഖാർഗെ വിളിച്ചിരിക്കുന്ന മീറ്റിങ്ങിൽ പോകാൻ കഴിയില്ല. വളരെ ക്ലിയറാണ്, എവിഡൻ്റാണ്. അപ്പോൾ അവരൊരു ന്യായം പറയുന്നു, എനിക്ക് 2 കൈകളിലും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. പ്രതിപക്ഷ മുന്നണിയുടെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് അവർക്ക് വളരെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അത് വളരെ ക്ലിയർ ഒരു സൈൻ കൊടുക്കുകയാണ്. കാരണം ഈ പ്രതിപക്ഷ മുന്നണിയിലുള്ള കക്ഷികൾ അല്ലെങ്കിൽ ഖാർഗെയുടെ ക്ഷണം സ്വീകരിച്ച് ദില്ലിയിൽ എത്തിച്ചേരുന്ന കക്ഷികൾ ആരൊക്കെയാണ്? കോൺഗ്രസും മമതയും തമ്മിൽ ബംഗാളിലെ ബന്ധം എന്താ? പരസ്പരം മത്സരിക്കുകയാണ്. അധീർ രഞ്ജൻ ചൗധരി മമതയുമായി ഒരു തരത്തിലുമുള്ള സഖ്യം പാടില്ല എന്ന് പറഞ്ഞ് വിദ്വേഷ പ്രചാരണം പോലും നടത്തുന്ന ആളാണ് ബംഗാളിലെ കോൺഗ്രസ് നേതാവ്. പിന്നെ ആരാ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ദില്ലി യോഗത്തിന് വരാൻ പോകുന്നത് CPM ആണ്. CPM-ഉം മമതയ്ക്കെതിരാണ്. അപ്പോൾ മമതയെ തോൽപ്പിക്കാൻ വേണ്ടി, മമതയുടെ സീറ്റുകൾ കുറയ്ക്കാൻ ആണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. മമതയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ TMCക്ക് കിട്ടുന്ന സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ബംഗാളിൽ കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിക്കുന്നത്. അവർ ഒന്നിച്ച് നിൽക്കുകയാണ്. ഒന്നിച്ച് നിന്ന് മമതയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകളുടെ കൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, മമതയെ പരാജയപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ മമതയ്ക്ക് ദില്ലിയിൽ വന്നിരിക്കാൻ പറ്റില്ല. ഒന്നത്. പ്രധാനപ്പെട്ട വേറെ കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നാണ് ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് നടക്കുന്നത്. അവിടെ ഇരുന്നിട്ട് അവർ ഒരുപക്ഷെ കണക്ക് കൂട്ടാൻ പോകുന്നത് ഭരണം കിട്ടത്തില്ല എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് മമത. ഭരണം കിട്ടിയാൽ ആര് പ്രധാനമന്ത്രിയാകും, എന്തൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവണം എന്നത് ചർച്ച ചെയ്യാൻ കൂടിയാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രൈം മിനിസ്റ്റർ സീറ്റിന് വേണ്ടി ഒരു ക്ലെയിം ഉള്ള ആളാണ് മമതാ ബാനർജി. പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ മമതയുടെ സീറ്റുകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ഖാർഗെയുടെ പാർട്ടി. അപ്പോൾ മമത പ്രധാനമന്ത്രിയാകാതിരിക്കാൻ മമതയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്ന ആളുകൾ വിളിക്കുന്ന മീറ്റിങ്ങിൽ മമത എങ്ങനെ പങ്കെടുക്കും? ഇതാണ് ഒരു ചോദ്യം. രണ്ടാമത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മമതയ്ക്ക് ഉറപ്പുണ്ട് ബംഗാളിലെ 40 സീറ്റുകളിലും മമതാ ബാനർജി ജയിക്കും, അല്ലെങ്കിൽ TMC ജയിക്കും. അങ്ങനെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടികളിലൊന്നായി എമർജ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പൊളിറ്റിക്കലി ബംഗാളിൽ മമതയ്ക്കുണ്ടെങ്കിൽ മമത ഉറപ്പായിട്ടും മീറ്റിംഗ് പങ്കെടുക്കും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ബംഗാളിൽ നിന്ന് മമതയ്ക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. കനത്ത തിരിച്ചടി അല്ലെങ്കിൽ കനത്ത വെല്ലുവിളിയാണ് ബംഗാളിൽ മമത നേരിടുന്നത്. 9 സീറ്റുകളെങ്കിൽ 9 സീറ്റുകളും വളരെ പ്രധാനമാണ്. മമതയ്ക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം മറ്റൊന്നുണ്ട്. മമതയ്ക്കും പോലീസും ഇന്റലിജൻസ് സംവിധാനവും ഒക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ്. കേരളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ്. അപ്പോൾ അവർക്കും രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവമൊക്കെ അറിയാനുള്ള സംവിധാനം മമതാ ബാനർജിയുടെ പക്കലുമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റുകൾ കിട്ടും, അതിന് ഭരണത്തിലെത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബംഗാളിൽ BJP TMCക്കെതിരെ നടത്തിയ ഒരു ക്യാമ്പയിനുണ്ട്.
ചില പരസ്യങ്ങൾ, ഈ പരസ്യങ്ങൾ മോശമാണെന്ന് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി. വളരെ മോശപ്പെട്ട ഭാഷയും മോശപ്പെട്ട രീതിയിൽ TMCയെ ചിത്രീകരിക്കുന്ന പരസ്യങ്ങളാണ് എന്ന് കണ്ട് ഹൈക്കോടതി ആ പരസ്യങ്ങൾ വിലക്കിയിരുന്നു. അതിനെതിരെ BJP സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയും പറഞ്ഞു വളരെ മോശമാണ്, ഈ പരസ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിധി പറയുന്നതിന് തൊട്ട് മുമ്പ് BJP ആ പെറ്റീഷൻ അപ്പീൽ പിൻവലിച്ചു. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശത്രുതയ്ക്കുള്ള അവസരമല്ല, മത്സരമാണ്. പക്ഷേ ആരോഗ്യകരമായ മത്സരമാണ് ഉണ്ടാവേണ്ടത്. നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിയുകയാണ്, 1-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല. അത് കൃത്യമായി ബോധ്യപ്പെട്ട മമത എന്തിന് ഈ ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത്, പരാജയം ഉറപ്പാക്കുന്ന ഒരു മുന്നണിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് വരാൻ പോകുന്ന സർക്കാരിനോട് വീണ്ടും ശത്രുതയുടെ കാർഡ് മുന്നോട്ട് കാണിക്കണം? അതാണ് ഒരു ലക്ഷ്യം അല്ലേ? അതും ലക്ഷ്യമാവില്ലേ? അപ്പോൾ ഇങ്ങനെ മമത കാണുന്നത് പല ലക്ഷ്യങ്ങളാണ്. ഒന്ന്, അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത മുന്നണി. രണ്ടാമത്, ബംഗാളിൽ പോലും താൻ വലിയ തിരിച്ചടി നേരിടുന്നു. ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടുന്ന സീറ്റെണ്ണത്തിൽ മമതയുടെ സീറ്റുകളുണ്ട്. മമതയ്ക്ക് കിട്ടുന്ന സീറ്റ് ബംഗാളിൽ മമതയുടെ സീറ്റ് കുറയ്ക്കാൻ ശ്രമിച്ച ആളുകളുമായി പങ്കുവയ്ക്കും. അപ്പോൾ മമതയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ മമതയ്ക്ക് ഇനി കഴിയില്ല. വലിയൊരു കാൽക്കുലേഷൻ നടത്തിയതിനു ശേഷമായിരിക്കും തീർച്ചയായും ഇവിടെ നിന്ന് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി വലിയ പോരാട്ടം നടത്തുന്ന മമതാ ബാനർജിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അതിൻ്റെ അടിയൊഴുക്കുകളും മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും കഴിയും. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി ഈ അധികാരത്തിൽ വരാൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ DMK കണക്ക് കൂട്ടുന്നു. DMK മുന്നണിക്കുള്ളിലൊരു കൂറുമുന്നണി ഉണ്ടായി. ലീഗും CPIയും CPMും അവരുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ഒരു 10-40 സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനം സ്റ്റാലിൻ ആവശ്യപ്പെട്ടുകൂടാ എന്ന തരത്തിലുള്ള ആലോചന നടക്കുന്നു എന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ ആരാണ് പ്രധാനമന്ത്രി എന്നതിൽ തർക്കമുണ്ട്. മമതയെ ദുർബലപ്പെടുത്തുക, മമതയ്ക്ക് ആകെയുള്ള 40 സീറ്റുകളിൽ 10-15 സീറ്റുകളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ചില ബംഗാളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് 28 സീറ്റിന് മുകളിൽ പോലും BJPക്ക് കിട്ടിയാൽ അത്ഭുതത്തിന് വകയില്ല എന്നാണ് പറയുന്നത്. TMC വല്ലാതെ ക്ഷീണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മമതയ്ക്ക് വേറെ മാർഗ്ഗമില്ല. ഇന്ത്യ മുന്നണിയുടെ കൂടെ കൂടിയിട്ടൊരു കാര്യമില്ല. മമത ബംഗാളിൽ CPM 35 വർഷത്തെ ഭരണത്തിന് ശേഷം വീണ് നിൽക്കുന്നതാണ്. അതേപോലത്തെ സമാനമായൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ മമതയെ സംബന്ധിച്ച് മമത വളരെ വയലൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബംഗാളിനെ സംബന്ധിച്ച് അതീവ സ്ഫോടനാത്മകമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ബംഗാളിൽ സംജാതമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അതൊക്കെ പൊട്ടിത്തെറിക്കാം. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി യോഗം ചേരുകയും DMK തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ, ധനകാര്യ വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജയെപ്പോലും 2G സ്പെക്ട്രത്തിൻ്റെ പേരിൽ 2.5 ലക്ഷം കോടിയുടെ അഴിമതി നടത്തി എന്ന ആരോപണത്തിന് വിധേയമായി കഴിഞ്ഞ UPA സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ 2G സ്പെക്ട്രം കേസാണ്. രാജയെ ഉൾപ്പെടെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ് എവിടെ നടക്കുന്നു? മറ്റൊരു കാര്യം കേട്ടു, വളരെ തമാശയുള്ള കാര്യം, തമാശയായിട്ട് കൂട്ടണ്ട, മോദി പറയുന്നതനുസരിച്ചാണെങ്കിൽ അതും സംഭവിക്കാം. മുസ്ലിം ലീഗിന് കുഞ്ഞാലിക്കുട്ടിയെ ഉപപ്രധാനമന്ത്രിയായിട്ട് അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടത്രേ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്നതിന് എന്തുകൊണ്ട് ചിരിക്കുന്നു? അത് അങ്ങനെ നമുക്ക് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ മാൻഡേറ്റ് കിട്ടാൻ ഞങ്ങൾ മുസ്ലിമുകൾക്ക് വലിയ പരിഗണന കൊടുത്തു എന്ന് വെക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയെ ഉപപ്രധാനമന്ത്രിയാക്കിക്കൂടെ? 3-4 സീറ്റല്ലല്ലോ. ചന്ദ്രശേഖറിന് എത്ര സീറ്റുണ്ടായിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? അപ്പോൾ ഇവർക്ക് ഈ 5 വർഷം ഭരിക്കുന്നൊരു സർക്കാർ ഉണ്ടാവണമെന്നില്ല. കുറച്ച് നാൾ മോദിയെ മാറ്റി നിർത്തുക, BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു ദിവാസ്വപ്നത്തിലാണ് ഇവരൊക്കെ പോകുന്നത്. പക്ഷേ ഈ ദിവാസ്വപ്നത്തിനൊപ്പം കൂടെ നിൽക്കാൻ താൻ തയ്യാറല്ല എന്നാണ് മമത പറയുന്നത്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ മമതയ്ക്കുടെ മുഖ്യ ശത്രു BJP തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരെ പിണക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണോ മമത ഇപ്പോൾ സ്വീകരിക്കുന്നത്? അല്ല, അങ്ങനെ മമതയുടെ മുഖ്യ ശത്രു BJP ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? മമതാ ബാനർജി എങ്ങനെയാണ് TMC എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയത്? ഓർക്കുന്നില്ലേ? ബംഗാളിൽ കോൺഗ്രസ്സുകാർ അതിഭീകരമായി യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാവായിരുന്ന മമതയെ ആക്ഷേപിക്കുകയും അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് തെരുവിലൂടെ വലിച്ചിഴക്കുകയും ചെയ്യുന്ന ഒരു പഴയ കഥയുണ്ട്. അങ്ങനെയാണ് മമത കോൺഗ്രസ് വിട്ട് TMC എന്നുള്ള പാർട്ടി ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്തിന് സോണിയാഗാന്ധിയുമായി വേദി പങ്കിടാൻ പോലും തയ്യാറാവാതിരുന്ന ഒരു മമതയുണ്ട്. മമതയുടെ പരമ്പരാഗത ശത്രുത കോൺഗ്രസ് ആണ്. അത് പിന്നെ അതിനുശേഷം ഉണ്ടായത്, പിന്നെ മമതയായിട്ട് ഏറ്റുമുട്ടിയത് ആരാണ്? CPM. അപ്പോൾ മമതയുടെ ശത്രുക്കൾ രണ്ടുപേരും
CPM-ഉം കോൺഗ്രസുമാണ്. BJP-യുമായി മമത സഖ്യത്തിലായിരുന്നു. മമത BJP സർക്കാരിൽ റെയിൽവേ മന്ത്രിയുമായിരുന്നു. അപ്പോൾ മമതയുടെ ശത്രു BJP ആണെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ അവിടുത്തെ രാഷ്ട്രീയ ബലാബലത്തിൽ അനുസരിച്ച് നോക്കൂ. നമുക്കിപ്പോൾ നവീൻ പട്നായിക്, ഞാനിന്ന് നവീൻ പട്നായിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ, നവീൻ പട്നായിക്കിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് പാൻറ്റിൻ്റെ ഇൻ്റർവ്യൂ അയച്ചു, ഒരു ഇംഗ്ലീഷ് പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ പറയാണ്, ഈ അതിനകത്ത് ലേഖകൻ്റെ ചോദ്യം, പ്രധാനമന്ത്രി വ്യക്തിപരമായി തന്നെ നവീൻ പട്നായിക്കിനെ ആക്രമിക്കുന്നുണ്ടല്ലോ. അതിന് മറുപടി, അവർ തമ്മിൽ വലിയ സ്നേഹത്തിലും ആദരവിലുമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതാണ്. കാരണം നമ്മൾ നോക്കണം, രാജ്യസഭയിൽ ഒരു കാലത്തും BJP-ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ട് ആ ഘട്ടത്തിലൊക്കെ BJP-യുടെ ഭാഗമെന്ന നിലയ്ക്ക് സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് ബിജു ജനതാൾ. ആ ബിജു ജനതാളിനെതിരെയാണ് ഇപ്പോൾ ആര് മത്സരിക്കുന്നത്? BJP മത്സരിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ബഹുമാനവും സ്നേഹവും ആദരവും ഉണ്ടെന്ന് പാണ്ഡ്യൻ പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് മമതയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു കൈ കൊടുത്ത് ഒന്നിച്ചു പോകാൻ കഴിയുന്ന പാർട്ടി BJP-യാണ് ആവശ്യം വന്നാൽ. കാരണം ബാക്കി രണ്ടുപേരും ഇവരെ അതുപോലെ ഉപദ്രവിച്ച പാർട്ടികളാണ്. BJP-യെ സംബന്ധിച്ച് BJP പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ TMC-യോട് മല്ലടിച്ചത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് മമതയെ ഉന്മൂലനം ചെയ്യാൻ നോക്കിയവരാണ്. CPM ആണെങ്കിലും അവരെ മസിൽ പവർ കൊണ്ട് മമതയുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവരാണ്. ഈ ഒരവസ്ഥ BJP-യുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും മമതയ്ക്ക് ഉണ്ടായിട്ടില്ല. മമതയെ സംബന്ധിച്ച് മമതയുടെ രാഷ്ട്രീയമായ നിലനിൽപ്പ് അവതാളത്തിലാവുകയും മമതയ്ക്ക് 20-ൽ താഴെ സീറ്റുകളാവുകയും ചെയ്താൽ മമത ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ മമത ന്യൂട്രലാവുകയോ BJP-യുടെ ഭാഗമായി NDA മുന്നണിയുടെ ഭാഗമായി മമത മാറിയാലും അത്ഭുതത്തിന് വകയുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഏറ്റവും പ്രാക്ടിക്കലായി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലൊരു രാഷ്ട്രീയ നേതാവാണ് മമതാ ബാനർജി. അവർ കൃത്യമായി വിഷനുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നറിയാം. നോക്കൂ, ഇപ്പോൾ മോദി ഇന്നലെ പറഞ്ഞു, വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി തോക്കുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം ആർക്കാ? ഈ പറയുന്ന കോൺഗ്രസിന്റെ അല്ല, അവരൊരു നേർച്ചക്കുഴിയെ വെച്ചിട്ടുണ്ട്. ഖാർഗെയാണ് പ്രധാനപ്പെട്ട ക്യാമ്പയിനർ. ഖാർഗെയാണ്, രാഹുൽ ഗാന്ധിയല്ല, പ്രിയങ്ക ഗാന്ധിയല്ല, സോണിയ ഗാന്ധി. ഖാർഗെ തീരുമാനിക്കുന്നു. ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നു. അവസാനം പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഖാർഗെയുടെ പണി പോകും. ഖാർഗെയുടെ പണി 4-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്ന് ഷായും മോദിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് മമത. 1-ാം തീയതിയിലെ ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിൽ നിന്ന് ചിത്രം വളരെ വ്യക്തമാണ്. ഇന്ത്യ മുന്നണി അതിദയനീയമായ പരാജയത്തിലേക്കാണ് കൂപ്പുകുത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മമതാ ബാനർജി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.